നമ്മുടെ കുട്ടികൾക്ക് പണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞ വാക്കുകൾക്ക് അർത്ഥമില്ലാണ്. കാരണം പണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ അറിവിന് ഒരു ചെറിയ പരിമിതിയുണ്ട്. വലിയവരെന്നെ പറയില്ലേ, ഇതൊന്നും കുട്ടികൾ നോക്കേണ്ട കാര്യമല്ല എന്ന് പണ്ട് പറയാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ അതില്ല. ഈ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കുട്ടികൾ നോക്കേണ്ടാത്ത ഒരു കാര്യവും അതിലില്ല. കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഒരു 3 വയസ്സാകുമ്പോഴേക്കും മൊബൈൽ ഫോൺ നന്നായി ഉപയോഗിക്കാൻ അറിയാം, യൂട്യൂബ് എടുക്കാൻ അറിയാം, ഒക്കെ അറിയാം കുട്ടികൾക്ക്. ഇൻസ്റ്റ എടുക്കാൻ അറിയാം, ഒക്കെ ചെയ്യുന്നുണ്ട് കുട്ടികൾ. ഒരു 5-6 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഏതാണ്ട് ലോകപരിചയമൊക്കെ അവർക്കായി. അവർക്ക് വേണ്ട കാര്യങ്ങൾ, വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ, അതിൽ വേണ്ടാത്ത കാര്യങ്ങളാണ് അധികം എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുട്ടികൾ എന്ന അർത്ഥത്തിൽ അവരങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. മാത്രമല്ല ജനറേഷണൽ ചേഞ്ചിൽ കുട്ടികളുടെ ഐക്യവും വളരെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അത് പറയാറുണ്ട്, നമ്മൾ ഒരു 50 കൊല്ലം മുമ്പുള്ള കുട്ടികളുടെ ഐക്യം അല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യം. ഓരോ ജനറേഷനും അത് കൂടിക്കൊണ്ടിരിക്കും, സ്വാഭാവികമാണ്, മനുഷ്യന്റെ അനുഭവങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ഐക്യം കൂടുമ്പോഴും അതിലെ മനുഷ്യത്വം കൂടുകയോ കുറയോ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. എഐക്ക് പോലും എഐ വരുമ്പോഴുള്ള ഒരു കുഴപ്പം, അതിൽ ഹ്യൂമാനിറ്റേറിയൻ ആയിരിക്കുമോ എഐ എന്നൊരു വലിയ ചോദ്യമുണ്ട്. അതെങ്ങനെയാക്കാം എന്നുള്ള വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഈ കുട്ടികളും ഏതാണ്ട് എഐ പോലെയാണ്, ഒരുപാട് അറിവുണ്ട് അവർക്ക്. ഇപ്പോൾ നമ്മൾ മാത്രമല്ല, പണ്ട് സീരിയലുകളെ നമ്മൾ കുറ്റം പറയാറ്. ഇപ്പൊ സീരിയലൊന്നും വേണ്ട, മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ ഒരാളെ ഏതൊക്കെ വിഷം കൊടുത്താൽ കൊല്ലാം എന്ന് വേണമെങ്കിൽ നമുക്ക് അടിച്ച് കിട്ടും. ഏതൊക്കെ വിഷം കിട്ടും, ഈ വിഷം ഏതൊക്കെ കടയിൽ കിട്ടും എന്ന് ചോദിച്ചാൽ അത് കിട്ടും. അപ്പോൾ ഒരാളെ എങ്ങനെ കൊല്ലാം. പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് വരെ ഇന്ന് നമുക്ക് എയിൽ നിന്നും മീഡിയയിൽ നിന്നും കിട്ടുന്ന ഒരു കാലമാണ്. രണ്ടാമത്തെ കാര്യം, കുട്ടികൾ പഴയതുപോലെയല്ല, സാമൂഹ്യ ജീവികളായിട്ടല്ല കുട്ടികൾ പറയുന്നത്. കുട്ടികളുടെ സാമൂഹ്യ ബന്ധങ്ങൾ മിക്കപ്പോഴും മറ്റു കുട്ടികളുമായല്ല, അല്ലെങ്കിൽ പൊതുസമൂഹവുമായല്ല, ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ നമ്മൾ മുമ്പ് ബ്ലൂ വെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില മത്സരങ്ങളെ കുറിച്ചും അതൊക്കെ ചില സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുട്ടികൾ ഇതിലങ്ങ് വെട്ട് അവസാനം കുട്ടികൾ ക്രിമിനൽ ആവുക, കുട്ടികൾ സൂയിസൈഡ് ചെയ്യുക, ആളുകളെ കൊല്ലുക എന്നതിലേക്കൊക്കെ കുട്ടികൾ എത്തിക്കുന്ന ഗെയിംസ് വരെ ധാരാളമായി ലോകത്തുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അത് ഇതിൽ വന്നേക്കാം. അങ്ങനെയും ഇത് അപ്പൊ കുട്ടികളുടെ മനസ്സ് എന്ന് പറയുന്നത് അത് ഹ്യൂമെയിൻ അല്ലാത്ത ഒരുപാട് ഘടകങ്ങൾ, ഇപ്പൊ മാനുഷിക ബന്ധങ്ങൾ എന്ന് പറയുന്നതിനെ അവർ ഈ കാണുന്ന മറ്റൊരു രീതിയിൽ കണ്ടേക്കാം. ഞാൻ കുട്ടികളൊക്കെ മോശമെന്നുള്ളതല്ല, പക്ഷെ അവരുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയല്ല. മറ്റേ ഇപ്പൊ നമുക്കറിയാം, ഞാൻ പുതിയ തലമുറയെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ വലിയ തോതിൽ ഇപ്പൊ CJP സമരം വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടു, വേറൊരർത്ഥത്തിൽ അവർ വളരെ ഹ്യൂമെയിനാണ്. അവർ വളരെ ഇപ്പോൾ എൻവറോൺമെന്റ്, പരിസ്ഥിതിയെ കുറിച്ചൊക്കെ വലിയ ബോധറേഷനുണ്ട്. പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് അവർക്ക് വലിയ ബോധറേഷനുണ്ട്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ അവർ വളരെ ബഹുമാനത്തോടു കൂടിയാണ്, എന്നുവെച്ചാൽ തുല്യതയോടുകൂടിയാണ് കാണുന്നത്. അപ്പൊ തുല്യതയുടെ കാര്യത്തിൽ, അതുപോലെ കപട സദാചാരവാദത്തിന്റെ കാര്യത്തിലൊക്കെ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ മുമ്പിലാണ്. അത് നല്ലതാണ്. പക്ഷേ അതിനിടയിൽ ഈ ക്രിമിനൽ സംഗതിയും ഇതിനൊപ്പം മയക്കുമരുന്ന് പോലെയുള്ള വിഷയങ്ങളും കൂടി ചേരുമ്പോൾ കുറെ കുട്ടികൾ വേറെ തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങും, വലിയ തോതിൽ ഹിംസാത്മകമാകും. ഇപ്പൊ നമ്മൾ കരുവാറ്റയിൽ കണ്ടത് അങ്ങനെ ഒരു ഹിംസാത്മകമായ ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിന്റെ കഥ ഇപ്പൊ ഒരുപാട് കഥയൊക്കെ പത്രങ്ങളിൽ വന്നു കഴിഞ്ഞു. 13 വയസ്സായ ഒരു പെൺകുട്ടിയാണ് അതിലെ കൊട്ടേഷൻ കൊടുത്തതെന്നാണ്, സൂത്രധാര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർക്ക് വേണ്ടി 17, 16, 17 വയസ്സായ 2 or 3 കുട്ടികൾ കൂടിച്ചേർന്ന് ആസൂത്രണം ചെയ്ത് ഒരു വൃദ്ധനായ ഒരാളെ കൊല്ലുന്നു. എന്നിട്ട് പണവും ഒക്കെ കവരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ സാധാരണ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ കുട്ടി ആളുകളെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പിന്നെ വിളിച്ചിട്ട് കാണാനില്ല എന്ന് പറയുന്നു, അന്വേഷിക്കാൻ വരുന്നു. അപ്പോൾ അതൊക്കെ ഈ കുട്ടി തന്നെയാണ് അതിന് മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ കുട്ടിക്ക് അറിയാം. ആളുകളുടെ മുമ്പിൽ വന്ന് എൻ്റെ അപ്പൂപ്പൻ എന്തോ പറ്റി എന്തോന്നൊക്കെ ചോദിക്കുന്ന ആളാണ്. പക്ഷേ പോലീസ് വളരെ തന്ത്രപരമായി അവരുടെ ചാറ്റുകളും അവരുടെ ഇതുകളും വഴി സംശയം ഇതിലേക്ക് വരികയും ഈ കുട്ടി തന്നെ സ്വന്തം അച്ഛൻ ഇത് ചെയ്തു എന്ന രൂപത്തിലുള്ള ചില സൂചനകൾ കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ മതി, നമ്മൾ അങ്ങനെ പറഞ്ഞാൽ പോലീസ് മിസ്റ്റേക്ക് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യാൻ മാത്രമല്ല, ആ കുറ്റകൃത്യത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പ്ലാൻ എ, പ്ലാൻ ബി ഒക്കെ അവരുടെ കയ്യിലുണ്ട്. ഇപ്പൊ പ്ലാൻ ബിയും പൊളിഞ്ഞു എന്നാണ് പറഞ്ഞത്. പ്ലാൻ എ പൊളിഞ്ഞു, പ്ലാൻ ബി പൊളിഞ്ഞു. അപ്പൊ പ്ലാൻ എ ഇതായിരുന്നു, അച്ഛൻ പ്രതിയാകുക എന്നുള്ളത്. ആ പ്ലാൻ എ പൊളിഞ്ഞു. രണ്ടാമത് പ്ലാൻ ബി, ഈ അപ്പൂപ്പൻ ഈ കുട്ടിയെ സെക്ഷുവലായിട്ട് ഹരാസ് ചെയ്തു എന്നൊരു തിരക്കഥ ഉണ്ടാക്കും. അങ്ങനെയുണ്ടെങ്കിൽ ആ കുട്ടി ആരോടെങ്കിലും വേണ്ട, കുട്ടിയുടെ അമ്മോടെങ്കിലും പറയണ്ട, ആരോടെങ്കിലും ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ, സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടാവില്ലേ, ചോദിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ എനിക്കറിയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതാണോ ഒരു ശിക്ഷ എന്നുള്ളത് വേറെ കാര്യം.
അതാണ് കാര്യമെങ്കിൽ ഇവരുടെ ചാറ്റിൽ അത് കാണുമല്ലോ. ഇയാളെ കൊല്ലണം, ഇയാളെ എനിക്കെതിരെ മോശമായി ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ശരിയാക്കും. ഇനി അങ്ങനെയാണെങ്കിൽ പോലും കൊല്ലാമോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. പക്ഷെ ചിലപ്പോൾ കുട്ടികളാണ് ദേഷ്യമൊക്കെ വന്നു വരും. സീരിയലിലും സിനിമയിലും ഈ പറഞ്ഞ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്നത് കണ്ടാൽ ഉടനെ പോക്കറ്റ് വെടിവെക്കുകയാണ്. അപ്പോൾ അമേരിക്കനിലെ കുട്ടികളെ സംബന്ധിച്ച് നടത്തിയ നിരവധി പഠനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓടി ഇങ്ങോട്ട് വരിക, സ്കൂളിൽ വരിക, ഒരു റിവോൾവർ എടുക്കുക, 10-15 പേരെ വെടിവെച്ച് കൊല്ലുക. അവസാനം ചിലപ്പോൾ അവനും വെടിവെച്ച് പിടിക്കും. അതേതെങ്കിലും അവന്റെ ഗെയിമാണോ എന്താ, അവന്റെ ഫ്രസ്ട്രേഷൻ എന്താണെന്നറിയില്ല. പിന്നെ യൂത്തിൽ പൊതുവേ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. നമ്മളത് അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ തൊഴിൽ, അവരുടെ വിദ്യാഭ്യാസം, കോമ്പറ്റീറ്റീവായ ലോകം. അപ്പോൾ അതൊരു ഹിംസാത്മകമായ മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ മാറുന്നു എന്നതിൻ്റെ, മാറാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ, എല്ലാ കുട്ടികളും നല്ല പറയും, മാറാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ മനഃശാസ്ത്രപരമായ സൂചനയാണ്. ഈ സൂചന ഗവൺമെന്റുകളും ഇവരും എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത്? വലിയ തോതിലുള്ള ചർച്ച ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് താൽക്കാലികമായ ഒരു ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ പോലീസിന്റെയോ ഒരു വിഷയമല്ല. ഈ തലമുറയാണ് ഇനി വളർന്നു വരാൻ പോണത്. എന്ന് പറഞ്ഞാൽ ഇത് ഭാവി ഒരുപക്ഷെ 40-50 വർഷത്തേക്ക് കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയെ നിയന്ത്രിക്കുന്ന ഇത്തരം ഘടകങ്ങൾ, മുമ്പുള്ള ഗുണ്ടാമാഫിയ പോലെ, പണ്ടത്തെ ഗുണ്ടാമാഫിയ അല്ലല്ലോ ഇപ്പോൾ, അതുപോലെ ഇത് വളർന്നു വരാൻ സാധ്യതയുണ്ട്. അതിനെ തടയിടാൻ കഴിയുന്ന എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമോ? മയക്കുമരുന്നിന്റെ സംഗതി നല്ലതാണ്. അതുപോലെ തന്നെ ഇത്തരം ഗെയിമുകളും ഇത്തരം ഹിംസാത്മകമായ പ്രവർത്തനങ്ങളും ഏത് തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്.